ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സാധാരണയായി പെൺകുട്ടികളിൽ കാണുന്ന PCOD പറ്റിയാണ്. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. PCODs എന്ന് പറഞ്ഞാൽ അതിന് 3 ക്രൈറ്റീരിയ കാണണം അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അനോവുലേഷൻ എന്ന് വെച്ചാൽ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് സാധാരണയായി കാണാറുണ്ട്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആൻഡ്രോജനിസം, ഈ ആണുങ്ങളുടെ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കൂടുതലായി കാണും. PCOS ഡയഗ്നോസ് ചെയ്യാൻ മൂന്നാമത്തെ ക്രൈറ്റീരിയ അൾട്രാസൗണ്ട് സ്കാനാണ്. അതിൽ ഒരു ഓവറിയിൽ മോർ ദാൻ 12 ഫോളിക്കിൾസ് കാണും. അതിൻ്റെ സൈസ് 2 to 9 മില്ലിമീറ്റർ ആയിരിക്കും. ഈ 3 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും 2 എണ്ണം ഉണ്ടെങ്കിൽ അതിന് PCODs എന്ന് പറയും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി അനോവുലേഷൻ എന്ന് വെച്ചാൽ ഓവറി ഫങ്ഷൻ ചെയ്യുന്നില്ല, ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് വരും. ചിലപ്പോൾ അമനോറിയ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആർത്തവം 2-3 മാസമായിട്ട് ഇല്ല എന്ന് പറഞ്ഞ പേഷ്യൻ്റ് വരും. ചില പേഷ്യൻസ് ഹെവി ബ്ലീഡിംഗ് ആയിട്ട് വരും. ചിലർ തീരെ ബ്ലീഡിംഗ് ഇല്ലെന്ന് പറഞ്ഞ് വരും. മെനറേജി ആയിട്ടോ സ്പോട്ടിംഗ് ആയിട്ടോ വരും. ഒരു കൂട്ടം പിള്ളേർ വരുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കൂടിയിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ്. ടെസ്റ്റോസ്റ്റിറോൺ കൂടുമ്പോഴാണ് ഒബിസിറ്റി ഒന്ന് വരുന്നത്. പിന്നെ മുഖത്ത് കുരുക്കളായിട്ട് വരും. മുഖത്ത് ആണുങ്ങളെപ്പോലെ മുഖത്ത് മുടി, വയറിൽ, നെഞ്ചത്ത് എല്ലായിടും മുടി, ധാരാളം മുടി വളർന്നിട്ട് വരും ആണുങ്ങളെപ്പോലെ. പിന്നെ കാണുന്നത് കഴുത്തിന് ചുറ്റും കറുത്ത പാടുകളായിട്ട് വരും. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. PCOS 2 തരമുണ്ട്. ഒബീസ് PCOS ആൻഡ് ലീൻ PCOS. നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഒബീസ് PCOS ആണ്. ഇനി ലീൻ PCOS എന്ന് പറയുമ്പോൾ അതിന് മിക്കവാറും LH ഹോർമോൺ കൂടുതലായിരിക്കും. അത് സ്ട്രെസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്, ആങ്സൈറ്റി സ്ട്രെസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടികളിൽ മസിൽ മാസ് കുറവായിരിക്കും, പക്ഷെ ബോഡിയിലെ ഫാറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ PCO ഉണ്ടാകുന്നത്. ഇപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണും കൂടുതലായിരിക്കും, LH ഹോർമോൺ കൂടുതലായിരിക്കും. ലീൻ PCOSന് ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ഓവേറിയൻ ഡ്രില്ലിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ലാപ്രോസ്കോപ്പിക് ഓവേറിയൻ ഡ്രില്ലിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കിത് എങ്ങനെ തടയാമെന്ന് ചോദിച്ചാൽ റെഗുലർ എക്സസൈസ് ആൻഡ് ഗുഡ് ഫുഡ്, ദാറ്റ് ഈസ് ബാലൻസ്ഡ് ഫുഡ്.